بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ഫാത്തിറിലെ 19 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. وما يستوي الأعمى والبصير. വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് വാവ് പറയരുത്. അപ്രകാരം മറ്റു വാവുകളും. അൽ അഅ്മ ഐന് വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം, തൊണ്ടയുടെ മധ്യം. അൽ അഅ്മ ഹംസ ഐന് എല്ലാ അക്ഷരങ്ങളും. വൽ ബസീർ സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതിനാൽ റാ തർഖീഖ് ചെയ്ത് ഉച്ചരിക്കണം. ബസീർ എന്ന് പറയുമ്പോൾ റായിന് തൊട്ട് മുമ്പിൽ സാക്കിനായ യാ വരുന്നു, റായിലും സുക്കൂൻ വരുന്നു വഖഫിന് വേണ്ടി എന്നതുകൊണ്ട്. അപ്പോൾ ഈ വചനത്തിൽ സ്വാദ് മാത്രമാണ് തഫ്ഖീം വരുന്നത്, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തമായി ശരിക്ക് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. തഫ്ഖീമുള്ള അക്ഷരമാണ്, മുത്ബഖായ അക്ഷരമാണ്, മുസ്തഅലിയാണ്, അതോടൊപ്പം റിഖ്വുമായ അക്ഷരമാണ്. അപ്പോൾ എന്നാ വലല്ലുലുമാതു എന്ന് പറയരുത്. വലല്ലുലുമാതു വലന്നൂർ ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക, നൂൻ മുഷദ്ദദ. റായിൽ തഫ്ഖീമോടുകൂടി വഖഫ് ചെയ്യുക. വലന്നൂർ വലദ്ദില്ലു അവിടെയും വാ ശ്രദ്ധിക്കണം, കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീമാണ് വാഇന് വരിക. വലദ്ദില്ലു വലൽ ഹറൂർ വലദ്ദില്ലു വലൽ ഹറൂർ. ഹഉം മഖ്റജിൽ നിന്ന് ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക, തൊണ്ടയുടെ മധ്യം. റാഉകളെല്ലാം തഫ്ഖീം ചെയ്തുകൊണ്ട് വലൽ ഹറൂർ, ആ റാ അന്ത്യത്തിലുള്ള റാ എല്ലാം തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ടതാണ്. وما يستوي الأحياء ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. അതിൽ വരുന്ന ആ പദത്തിലെ ദീർഘം അൽ അഹ്യാ എന്ന അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് ആണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അലിഫും അതായത് ദീർഘാക്ഷരവും തൊട്ട് ശേഷം ഹംസയും ഒറ്റ പദത്തിലായി വന്നതാണ് ഈ ദീർഘത്തിൻ്റെ കാരണം. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. وما يستوي الأحياء ولا الأموات വലൽ അംവാത് ഹംസ. അതുപോലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ്. വാവിന് തൊട്ടു മുമ്പിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടും ഷഫവിയായ അക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്ന, അതിനാൽ മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് അൽ അംവാത് 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 എന്ന് വ്യക്തമാക്കി അത് വേർതിരിഞ്ഞ് മുറിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. അവിടെ ശബ്ദം മുറിക്കേണ്ടതില്ല, അക്ഷരങ്ങൾ മുറിഞ്ഞ് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്നും വരണം എന്നതാണ് സൂചിപ്പിച്ചത്. വലൽ അംവാത് വഖഫിന് വേണ്ടി ദീർഘം നൽകാം. മദ് ആരിദ് ലിസ്സുകൂൻ. ഇന്നല്ലാഹ
ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കുക. ദീർഘിപ്പിക്കുന്ന അലിഫും തഫ്ഖീമാണ്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. മൻ എന്നതിലെ സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യശാഉ അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി ദീർഘിപ്പിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ഹംസയിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 6 ഹറക്കത്ത് വരെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. എന്നാൽ അതിൽ കുറഞ്ഞ ദീർഘങ്ങളിലും ആകാവുന്നതാണ്. മൻ യശാ. ദീർഘം അടിസ്ഥാനമായി മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമാണ് ദീർഘിപ്പിക്കൽ. വമാ അൻത. വമാ ഇതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻത സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. വ്യക്തമാക്കി മണിക്കണം. ബിമുസ്മിഇൻ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. മൻ എന്നതിലെ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ച് ഉച്ചരിക്കുക. മൻ ഫിൽ ഖുബൂർ. ഖാഫിന് തഫ്ഖീമാണ്. ഖുബൂർ എന്ന് പറയുമ്പോൾ റായിലും തഫ്ഖീം. അതും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൻ ഫിൽ ഖുബൂർ. ഇൻ അൻത. ഇൻ എന്നതിലെ സാക്കിന നൂൻ അത് ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കരുത് അല്പം പോലും. എന്നാൽ അൻത ഇതിലുള്ള സാക്കിന നൂനിനെ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. അൻത ഇല്ലാ നദീർ. നദീർ. ദാല് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. റാഇന് തർക്കീഖാണ്. സുക്കൂനും തൊട്ട് മുമ്പിൽ സാക്കിനായ യാവും ഉണ്ട് എന്നതുകൊണ്ട് നദീർ. ഇന്നാ അർസൽനാക. ഇന്ന ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അതിൽ വന്ന അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അപ്പോൾ ഇന്നാ അർസൽനാക. അർസൽനാക റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റായിന് സുക്കൂനും തൊട്ട് മുമ്പിൽ ഫത്ഹുമാണ്. റാ തഫ്ഖീമോടുകൂടി തടിപ്പിച്ച് ഉച്ചരിക്കണം. അർസൽനാക. അർസൽനാക ബിൽഹഖി. ബിൽഹഖി. ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതിനാൽ. ബശീറൻ വനദീറാ. റാഇകളെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ റായിൽ വഖഫ് ചെയ്യുമ്പോൾ തൻവീനിനെ അലിഫാക്കി 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം നൽകി നിർത്തുക. മദ് ഇവദ്. വനദീറാ. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ. വഇൻ ഈ തൻവീൻ സാക്കിന നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. വഇൻ മിൻ.
മിൻ എന്നതിലെ സാക്കിനാനൂൻ ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കാതെ വെളിവാക്കുക. ഉമ്മത്തിൻ ഇതിൽ വന്ന മീം മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീമിനെ മണിക്കുക. ഉമ്മത്തിൻ ഈ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇല്ലാ ഖലാ ഫീഹാ ഇതിൽ ഖാഇന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. ശ്രദ്ധിച്ചൊന്ന് നിങ്ങൾ ഓതി നോക്കൂ. ഖാല ഇല്ലാ ഖലാ ഇല്ലാ ഖലാ ഫീഹാ നദീർ. റാ തർക്കീഖിൻ്റേതാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ റായിന് വഖഫിന് വേണ്ടി സുക്കൂനാണ്, തൊട്ട് മുമ്പിൽ സക്കിനായ യാവുമുണ്ട്. അപ്പോൾ നദീർ എന്ന് പാരായണം ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير